സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി. അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ തീരുമാനമെടുത്തത് ആരെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡെന്ന് ഹർജിക്കാരൻ മറുപടി നൽകി. ഹർജി വീണ്ടും പരിഗണിക്കുന്നതിനായി സെപ്റ്റംബർ 9 മാറ്റി. ഓണാവധിക്ക് ശേഷം ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരായ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് കോടതി ചോദിച്ചത്? അതിനുശേഷം എന്നായിരിക്കും ഹർജി പരിഗണിക്കുക? രോഹിണി, സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ 2 ഹർജികളായിരുന്നു നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത്. ആ 2 ഹർജികളും അവധിക്കാല ബെഞ്ചിന്റെ മുന്നിലേക്ക് ഇന്ന് വന്നുവെങ്കിലും പക്ഷേ ദേവസ്വം ബെഞ്ച് പരിഗണിക്കട്ടെ എന്നുള്ളതായിരുന്നു അവധിക്കാല ബെഞ്ച് സ്വീകരിച്ച നിലപാട്. അതായത് ദേവസ്വം ബെഞ്ച് സെപ്റ്റംബർ 9 ഈ 2 ഹർജികളും പരിഗണിക്കും എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാദഗതികളിലേക്കൊന്നും തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കടന്നില്ല. കാരണം അവധിക്കാല ബെഞ്ചാണ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരുന്നു. എന്തായാലും കൂടുതൽ പരിഗണിക്കുവാനോ വാദഗതികൾ നടത്തുവാനായിട്ടോ ഒന്നും തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. മറിച്ച് ദേവസ്വം ബെഞ്ച് പരിഗണിക്കാനായിട്ട് വേണ്ടി സെപ്റ്റംബർ 9 ഈ 2 ഹർജികളും മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ചോദിച്ചത് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കാനായിട്ട് ആരുടെ തീരുമാനമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിന് ഹർജിക്കാരൻ മറുപടി നൽകിയത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമായിരുന്നു. കൂടുതൽ ഈ ഡോക്യുമെന്റ്സ്, അതായത് കൂടുതൽ രേഖകളൊന്നും തന്നെ പൊതുവിടത്തിൽ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും സെപ്റ്റംബർ 9 വരാൻ പോകുന്ന ദേവസ്വം ബെഞ്ച്, അതായത് സാധാരണ രീതിയിലുള്ള ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് വ്യക്തമാക്കിയത്. അങ്ങനെ സെപ്റ്റംബർ 9 പ്രസ്തുത 2 ഹർജികളും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ 2 ഹർജികളിലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ അത് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഭരണഘടനയ്ക്ക് അതിൻ്റെ എല്ലാ മൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും ലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടേണ്ടത്. അത് മാത്രവുമല്ല, ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഈ വിഷയത്തിൽ വലിച്ചിഴച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. കൊച്ചി, അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ മത സ്ഥാപന നിയമപ്രകാരം ഇത്തരത്തിൽ ദേവസ്വം ബോർഡൊന്നും തന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. അതിനൊക്കെ തന്നെ വിരുദ്ധമായിട്ടാണ് ഈ ഒരു സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും സെപ്റ്റംബർ 20 നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഈ വിഷയത്തിൽ വിലക്കണമെന്നുള്ളതാണ് 2 ഹർജികളിലെ ആവശ്യം. പണം പിരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ പണം ചെലവഴിക്കാനായിട്ടോ ദേവസ്വം ബോർഡിന് അനുവാദം നൽകരുതെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകണമെന്നും ഹൈക്കോടതി നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഹർജി രണ്ടും ഹൈക്കോടതിയുടെ ഈ റെഗുലർ ബെഞ്ച്, അതായത് ദേവസ്വം ബെഞ്ച് സെപ്റ്റംബർ 9 വീണ്ടും പരിഗണിക്കും.